ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോവാണ്. എൻ്റെ കൂടെ പാറു അമ്പലത്തിലോട്ട് വന്നാൽ മതി എന്നുള്ള തട്ടിക്കൂട്ട് വാക്കു പറയുമ്പോൾ പാറവ് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നേരെ അമ്പലത്തിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. എന്നാൽ അമ്പലത്തിലല്ല പോകുന്നത്, ഒരു കടലിൻ തീരത്താണ് കേട്ടോ പോകുന്നത്. പിന്നീട് പാറു, എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്ത് ചോദ്യം, എന്തിനാണ് കൊണ്ടുവന്നത് എന്നാ. നിങ്ങളുടെ മൂത്ത മകൻ മൂത്ത മരുമകൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരുത്തിയില്ലേ, അത് കേട്ട ഉടനെ എനിക്കിപ്പോ എന്താ വേണ്ടത്? അല്ല, നിങ്ങള് അനാഥാലയത്തിൽ നിന്ന് ഒരുത്തനെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ, ദത്തെടുത്ത മകനില്ലേ, അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അത് ഉടനെ ശിവാനി, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാം. എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പ്രണവിൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മായി അമ്മ, നിങ്ങളോട് ഇങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്, ഇതിലപ്പുറമാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മുഖം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാൽ ഇനി അത് കാണുന്നു. നിങ്ങളെ അനാഥാലയത്തിൽ നിന്ന് ഒരുത്തനെ ദത്തെടുത്ത് കൊടുത്തിട്ട് അവനെ സ്വന്തം മകനായി വളർത്തിയ നിങ്ങളെ എന്താണ് വേണ്ടത്? നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളുടെ വയറ്റിൽ പ്രസവിച്ച അവന് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഒപ്പം നിൽക്കാതെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരുത്തനൊപ്പം നിങ്ങൾ നിന്നിരിക്കുന്നു. അത് കേട്ട ഉടനെ എന്താ ശിവാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് അങ്ങനെ രണ്ട് മക്കൾ എന്ന വേർതിരിവില്ല. ഉണ്ട്. അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നവനെ നിങ്ങൾ മകനായും സ്വന്തം വയറ്റിൽ കുരുത്ത ആ മകനെ നിങ്ങൾ അനാഥാലയത്തിലെ മകനാക്കി വളർത്തിയ നിങ്ങളോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നാൽ ഇനി ശിവാനി പറയുന്നത് പോലെയാണ് നീക്കുക. അത് കേട്ട ഉടനെ എന്താ ശിവാനി ഇനി എനിക്കൊരു സൗര്യവും സമാധാനവും തരാത്ത? ഞാനല്ല സമാധാനം തരുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനാ തീരുമാനിക്കേണ്ടത്. ഇത്രയും കാലം ശിവാനിയെ നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൂട്ടി. ശിവാനി എന്ന മരുമകളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്നെ പ്രണവ് താലി കെട്ടിയിട്ട് നിങ്ങൾ എന്നെ മരുമകളായി അംഗീകരിക്കുക, സ്വന്തം മകനെ കൊടുന്ന പെണ്ണിനെ നിങ്ങൾ അംഗീകരിക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അനാഥാലയത്തിൽ നിന്ന് ഒരുത്തനെ ദത്തെടുത്ത അവനെയാണ് നിങ്ങൾ മകനായും മരുമകളായി അംഗീകരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവാനി നീ ആരോടാ സംസാരിക്കുന്നത്? നന്നായി അറിയാം, എൻ്റെ അമ്മായി അമ്മയോട്. അമ്മായിയമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനാണ് നിർദ്ദേശം തരിക. നാളെയല്ല, ഇന്ന്, ഈ നിമിഷം മുതൽ ഞാൻ പറഞ്ഞു തന്നേക്കാം. നിങ്ങൾ ഇനി എങ്ങനെ പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ എന്താ നീ പറയുന്നത്? ഞാൻ പറയാം. അതായത് അവളുടെ അരക്കെട്ടിൽ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ആ വീടിൻ്റെ അധികാരം, അതെനിക്ക് തിരികെ തരണം. അതിന് പ്രണവല്ല സമ്മതിക്കാതിരുന്നത്. പ്രണവിനെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കണം. ഇനി ശിവാനിയാണ് ആ വീടിൻ്റെ രാജകുമാരി, ശിവാനിയാണ് ആ വീടിൻ്റെ റാണി, ശിവാനിയാണ് ആ വീടിൻ്റെ ഭരണം നടത്തുന്നവൾ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. നിങ്ങളുടെ മകനെയും അതുപോലെ തന്നെ നിങ്ങളുടെ മരുമകളെയും ആ വീട്ടിൽ നിന്ന് ഓടിക്കുക. ആ പ്ലാൻ ഞാൻ വർക്കാക്കുക തന്നെ ചെയ്യും. അതിന് എന്താണ് ആയുധം എന്ന് നോക്കി നടക്കുമ്പോഴാണ് നിങ്ങൾ തന്നെയാണ് അതിന് പറ്റിയ വഴി. നിങ്ങൾ അവരെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ഞാൻ എൻ്റെ മകനെ അത്രയും ഇഷ്ടത്തോടു കൂടി കൊണ്ടു നടന്നതാണ്. മിണ്ടിപ്പോരുത്. ഇനി ഞാൻ അറിഞ്ഞു എന്നുള്ള സത്യം ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും മുന്നിൽ ഈ സത്യം വിളിച്ചു പറയുമെന്ന് പറയട്ടോ. അങ്ങനെ പാറുവിനെ കൊണ്ട് ആ സത്യം ചെയ്യിച്ച് ശിവാനി വീട്ടിലോട്ട് വരികയാണ്. പിന്നീട് പാറു ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഗൗതമിനെ നോക്കിയിരിക്കുകയാണ്. ആകെ സൈലൻ്റായി. പാറുവിനെ കരയാൻ കണ്ണീരില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കണം. അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. പാറു എന്ന് വിളിച്ചിട്ട് വരുമ്പോഴേക്കും എന്താ നിനക്ക് വേണ്ടത്? എന്താ പാറുവിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്? പാറുവിൻ്റെ പുറത്തോട്ട് വരുന്നില്ല. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, എനിക്ക് തലവേദനയുണ്ട്. അല്ല, അമ്പലത്തിൽ പോയി വന്നത് മുതൽ എന്താ ആൻറ്റിക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. എന്തോ പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്കൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു. ഒന്ന് പോയി തരുമോ? എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാറുവിനെ പറഞ്ഞയക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ ഗൗതമിനെയാണ് കാണിക്കുന്നത്. ഗൗതം വരുമ്പോൾ തന്നെ നിധി എന്ന് പറഞ്ഞ് വിളിച്ചു കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ റൂമിൽ ചെന്നുമ്പോൾ നിധിയെ കാണാണ്. അങ്ങനെ നിധിയെ വാരി പുലരാണ്. പിന്നീട് നിധിയുടെ കൈകളിൽ ഒരു കടലാസ് തുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊടുത്ത ഉടനെ തന്നെ നിധി ചോദിക്കുക, ഇതെന്താ സംഭവം? എന്താടൊന്ന് നോക്കടോ. അത് കണ്ട ഉടനെ തന്നെ നിധി അതിലോട്ട് നോക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, താൻ എവിടോട്ട് പോകുന്നു, എന്താണിത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ താനും ഞാനും ഇനി സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു കുഞ്ഞു പിറക്കും. 15 ദിവസത്തിനുള്ളിൽ ഒരു കുഞ്ഞു പിറക്കണമെന്നുണ്ടെങ്കിൽ അത് പാവക്കുഞ്ഞായിരിക്കും എന്ന് നിധി പറയാനിട്ടോ. ഇനി നമുക്കിടയിലുള്ള ആ ഒരു ജീവിതം, ആ ജീവിതം തന്നെ ഇനി മുന്നോട്ട് പോകണം. എല്ലാം നേരത്തെയാവും. കാരണം ഇതുവരെ ഇല്ലാത്ത ദാമ്പത്യ ജീവിതം ഇനി നമുക്ക് മുന്നോട്ട് തുടരണം. സ്വിറ്റ്സർലാൻഡിലോട്ട് പറക്കണം. ആ മഞ്ഞ് പെയ്യുന്ന, ആ പൂക്കൾ പെയ്യുന്ന ആ നാടിലെ അവിടോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ തട്ടിക്കൂട്ടുമ്പോൾ നിധിക്ക് വളരെ സന്തോഷമാവട്ടെ. നിധിക്ക് പറയാൻ വാക്കുകളില്ല. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി പൂജാമുറിയിലോട്ട് പാറു കയറിയിരിക്കണം. പാറു ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഈശ്വര, എന്ത് ദുർവിധിയാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. എനിക്കെന്താ മനസ്സമാധാനം എന്നുള്ള വാക്ക് എന്നിൽ വരാത്തത്? എനിക്കെന്താ അത് തീരെ ഇല്ലാത്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തത്? ദൈവം എന്നിങ്ങനെ പരീക്ഷിക്കുന്ന 30 വർഷമായി എൻ്റെ
പൊന്നു മോനെ, ഞാൻ ആർക്കിടയിലും തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുക്കാതെ എൻ്റെ സ്വന്തം മകനായി ഞാൻ പ്രസവിച്ച വേദനയോടുകൂടി അവനെ വളർത്തിയിട്ടും എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നതെന്തിനാ ദൈവങ്ങളെ? ഒരു ദിവസം പോലും ഞാൻ ഈ പറയുന്ന ആരുടെയും മുന്നിൽ ആരോടും ഒരു പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന സമയത്ത് ഉടൻ തന്നെ അവിടെ ഇങ്ങനെ നിധി പുറത്തു നിന്ന് സംസാരിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കണ്ടേട്ടോ. അപ്പോൾ നിർമ്മലയോടാണ് സംസാരിക്കുന്നത്. നിർമ്മലാമ്മ, എങ്ങനെയുണ്ട് എൻ്റെ ഈ വേഷം? അടിപൊളിയാലേ, ഈ കോട്ട് എങ്ങനെയുണ്ട്, ഈ ജാക്കറ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്താ ഒരു വെള്ളസായിപ്പ് ഇറങ്ങിയതുപോലെ ഒരു മദാമയുടെ ലുക്കൊക്കെ ഉണ്ട്. ആണോ, അങ്ങനെയുണ്ടോ? ആടി അങ്ങനെയുണ്ട് എന്നും നിർമ്മല പറയണേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി വരികയാണ് ഈ പറയുന്ന നിധി കേട്ടോ, അല്ല സോറി പാറു കേട്ടോ. എന്താ ഇവിടെ എൻ്റെ പാറുവിൻ്റെ ഈ കോട്ട് എങ്ങനെയുണ്ട്? എനിക്ക് അത് കേട്ടോടെ തന്നെ എന്തിനാ പിന്നെ ഈ കോട്ടിട്ടിരിക്കുന്ന ഈ സമയം? ഇവിടെ ഭയങ്കര ചൂടല്ലേ, ഈ ചൂട് സമയത്ത് നീ എന്തിനാ കോട്ടിട്ടിരിക്കുന്നത്? ഇനി കോട്ടല്ല, മഞ്ഞ് പെയ്യുന്ന നാട്ടിലോട്ട് പോവുകയാണ് ഞാൻ. എന്തൊക്കെയാ നീ നിധി പറയുന്നത്? അപ്പോഴാണ് അങ്ങോട്ടേക്ക് വസുന്ധര ഇറങ്ങി വരുന്നത്. അപ്പോൾ വസുന്ധര, എന്താ നിനക്കെന്താ ഭ്രാന്തായോ? ഊളംപറയിലോട്ട് പോണ്ട ആ ഒരു സമയമായ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാണ്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ടൂർ പോവുകയാണ് സ്വിറ്റ്സർലാൻഡിലോട്ട്. നല്ല കാര്യം, നീ സ്വിറ്റ്സർലാൻഡിലോട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പരിഹസിക്കാണ് കേട്ടോ വസുന്ധര. അത് കേൾക്കുന്ന പാറു, എന്താ ഇവർക്ക് സ്വിറ്റ്സർലാൻഡിലോട്ട് പോകാൻ പാടില്ലേ? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നിധി ചോദിക്കാണ്, ഞങ്ങൾ ഹണിമൂണിന് പോവാണ്, കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, 30 ദിവസത്തേക്ക് ഞങ്ങൾ ഉണ്ടാവില്ല. അത് കേട്ട് ശിവാനിയും ഈ പറയുന്ന പ്രണവ് അങ്ങോട്ടേക്ക് എത്തിയിട്ടാ. അപ്പോഴേക്കും ഈ പറയുന്ന ഗൗതമ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഗൗതം ഇങ്ങനെ ദേഷ്യത്തോട് കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയം ഗൗതം പറയണേ, ഞങ്ങൾ ഇനി ഇവിടെ നിന്നും പോവാണ്. അപ്പോൾ നിർമ്മല പറയണേ, എന്തായാലും ഇവർ പോയിക്കോട്ടെ, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു പെണ്ണല്ലേ, അതുകൊണ്ട് തന്നെ ഇനി നിധിക്ക് ഒരു കുഞ്ഞുണ്ടായി വരട്ടെ എന്നൊക്കെ പറയണ്ട. അത് കേൾക്കുന്ന പ്രണവ് അങ്ങ് ദേഷ്യത്തോടു കൂടി, എൻ്റെ കുഞ്ഞിനെ മരുന്ന് മാറ്റി വെച്ച് അബോർഷൻ ചെയ്യാൻ ശ്രമിച്ച ഇവർക്ക് ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്നു, ഇവർ ചെയ്ത പാപം ഒരിക്കലും മാറത്തില്ല എന്ന് പറയണ്ട. അത് കേൾക്കുന്ന നിധി പറയണേ, പ്രണവ് നീ ഇല്ലാത്തത് പറയല്ലേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അത് കേൾക്കുന്ന വസുന്ധര പറയുന്നത്, ഒരിക്കലും നടക്കാത്ത കാര്യം നടക്കാത്തത് തന്നെ. നീ ഇവിടെ സ്വിറ്റ്സർലാൻഡിലോട്ടും പോവില്ല, എങ്ങോട്ടും പോവില്ല. സ്വിറ്റ്സർലാൻഡിൽ പോയി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ നോക്കുന്നു, ഉണ്ടായ കുഞ്ഞിനെ നിനക്ക് നല്ലപോലെ നോക്കാൻ കഴിയാത്ത നിന്നെ പോലെയുള്ള വിഡ്ഢികളാണോ ഇനിയും ഒരു ഗർഭം ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വസുന്ധര വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ നിധിയോട് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ നിധിയോട് സംസാരിക്കും ഉടൻ തന്നെ ഗൗതം ഇടപെടാണ്. ഗൗതം പറയണം, മതി നിർത്തിയേക്ക്, ഇത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഭാര്യയെ എങ്ങോട്ട് കൊണ്ടുപോകണം, എൻ്റെ ഭാര്യ എങ്ങോട്ട് കൊണ്ടുപോകേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ എത്തുകയോ അവിടെ 30 ദിവസം നിൽക്കുകയോ ഒക്കെ ചെയ്യും. അതിന് തടയാൻ ആർക്കും കഴിയില്ല. നിധി വന്നേ, എന്തിനാ ഇവരെ പോലെയുള്ളവരോട് സംസാരിക്കുന്നത്? അത് കേൾക്കുന്ന പാറുവിന് കുറച്ച് സന്തോഷമൊക്കെ ആയിട്ടോ. തൻ്റെ മകനും മരുമകളും ശിവാനിയുടെ മുന്നിൽ നിന്നും പോകുമ്പോൾ അതൊരു രക്ഷ തന്നെ എന്ന ആശ്വാസത്തിൽ കൂടി ഇങ്ങനെ പാറു ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് രക്തരക്ഷസിനെ പോലെ ഇങ്ങനെ ശിവാനി കയറി വരുന്നു. അവളെ കണ്ടിടുന്നതിന് നല്ല പേടിയുണ്ട്. ഒരു ഡ്രാക്കുള തൻ്റെ അടുത്തോട്ട് വരുന്ന ആ ഒരു സീനാണ് കേട്ടോ. ഒരു ഡ്രാക്കുള തൻ്റെ അടുത്തോട്ട് ചോറ് കുടിക്കാൻ വരുന്ന ആ പേടിയിൽ ഇങ്ങനെ പേടിച്ചു വരച്ച് ഇങ്ങനെ പാറി നിൽക്കുമ്പോൾ, എന്താ നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചോ? അത് കേട്ടോടെ തന്നെ, എന്തിനാ ശിവാനി നീ റൂമിലോട്ട് വന്നിരിക്കുന്നത്? അതെ, നിങ്ങളോടൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? അവർ സ്വിറ്റ്സർലാൻഡിൽ പോകാൻ പാടില്ല. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഗൗതം തീരുമാനിക്കുന്ന കാര്യമല്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ അവർ സ്വിറ്റ്സർലാൻഡിലോട്ടോ എങ്ങോട്ട്? ഇവിടെ ഈ വീടിന് പടി പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ശിവാനി എന്ന റാണിയുടെ ആ ഒരു സമ്മതം കിട്ടണം. നീ റാണിയോ? അതെ, ഈ വീടിന്റെ മുതലാളി റാണി ഞാനാണ്, ഈശ്വരമംഗലം ഭരിക്കുന്ന റാണി ഞാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പോക്ക് തടയിടണം. അത് കേട്ടോടെ തന്നെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പാറു പറയട്ടോ. അത് കേൾക്കുന്ന ശിവാനി പറയണേ, എന്തുകൊണ്ട് നടക്കില്ല? ഞാനാണ് ഈ വീടിന്റെ മകൻ, അയാൾ ദത്തെടുത്തതാണ്. ഗൗതമും നിധിയും ദത്തെടുത്ത മകനാണ് നിങ്ങളുടെ. ആ മകന്റെ ഭാര്യയാണ്. അപ്പൊ അവർക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. പടിക്ക് പുറത്ത് പിച്ചക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവർക്ക് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പുച്ഛിച്ചും കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാവണിട്ട് പാറു പറ്റത്തില്ല എന്ന് ശിവാനിയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ഉടനെ ശിവാനി പറയും, ശരി നിങ്ങൾ പറ്റത്തില്ല എന്ന് പറഞ്ഞോളൂ, എല്ലാ രഹസ്യവും എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നു, ഇനി എനിക്കും ചെയ്യാൻ അറിയാമെന്ന് പറയുമ്പോൾ ശിവാനിയോട് ശരി എന്ന് പറയട്ടോ. ഇതേ സമയം നിധി ആണെങ്കിൽ തനിക്ക് പോകാനുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ മുന്നിലോട്ട് നിർമ്മല വരുന്നു. നിർമ്മലാമ്മ എനിക്ക് സാരിയൊക്കെ എടുത്തെന്ന്. ശരി മോളെ, ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എടുത്ത് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ രസകരമായി തന്നെ ആ ഡ്രസ്സ് പാക്കിങ്ങിനിടയിലോട്ടാണ് അങ്ങോട്ടേക്ക് പാറു കയറി വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആൻറ്റിയെ കണ്ടില്ലല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആൻറ്റി എത്തി. എന്തായാലും ഇന്ന് രാത്രി ഞങ്ങൾ പോവാണ്, ആൻറ്റി പാക്കിങ്ങിന് ഒരുങ്ങുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പാറുവിൻ്റെ മുഖം മാറി മറിയുന്നുണ്ട്. എന്തൊരു പാപമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അപ്പോഴേക്കും ശിവാനി പിറകിൽ നിന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വെടിക്കെട്ട് പൊട്ടിക്കും എന്നുള്ള ഭാവത്തിൽ ആംഗ്യ ഭാഷ കാണിക്കുന്നുണ്ട് കേട്ടോ.